ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിൽ മുതിർന്ന നേതാവ് AK ബാലനെ തള്ളാതെ CPIM. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് കലാപ ആഹ്വാനമല്ല എന്നാണ് LDF കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത്. AK ബാലൻ വർഗീയതയ്ക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന നേതാവെന്നും TP രാമകൃഷ്ണൻ 24നോട് പറഞ്ഞു. AK ബാലൻ കലാപാഹ്വാനം നടത്തും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. AK ബാലൻ എന്താണ് അഭിപ്രായം പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി അവർ എന്താ ഗവൺമെൻറ്റിൽ ആഭ്യന്തര വകുപ്പോ അങ്ങനെ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞെന്നാണ് കേട്ടത്. ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ നയിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കോൺഗ്രസിനെ നയിക്കുന്നു. കോൺഗ്രസ് ഇതിനെല്ലാം പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജമാഅത്ത് സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ലീഗ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണം ഒരാൾ പ്രകടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു കലാപാഹ്വാനമായിട്ട് പരിഗണിക്കുന്നത് ശരിയല്ല. പക്ഷേ CPIM ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ആഭ്യന്തരമന്ത്രി ആകാൻ പോകുന്നതെന്നും CPM പറഞ്ഞിട്ടില്ല. പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. പാർട്ടി പറയാനുള്ളത് പാർട്ടി പറയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പരാമർശം ശ്രദ്ധിച്ചിട്ടില്ല എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. കേരളത്തിൽ കലാപം ഉണ്ടാകാതിരിക്കാൻ LDF ഭരണം വേണമെന്നും PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഞാൻ പറയാം, പൊതുവേ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം പൊതുവേ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വിവാദ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് AK ബാലന്റെ നിലപാട്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദീപക്, നേരെ അതിനെ തള്ളാൻ തയ്യാറാകുന്നില്ല CPIM നേതൃത്വം, പക്ഷെ അപ്പോഴും അത് പാർട്ടിയുടെ നിലപാടല്ല എന്നുകൂടി വ്യക്തമാക്കുകയല്ലേ നേതാക്കൾ? ദീപക്. ഡോക്ടർ ഉന്മേഷ്, ഇക്കാര്യത്തിൽ AK ബാലൻ പറഞ്ഞത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അതിനെ തള്ളേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട്. പക്ഷേ എന്നാൽ CPIM ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്ന് പറയാൻ തയ്യാറല്ല. പക്ഷേ അതേ സമയത്ത് കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ വളരെ കൃത്യമായ പിന്തുണയാണ് AK ബാലന് നൽകുന്നത്. ആ പിന്തുണയിൽ ഈ കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടി നയിക്കുന്ന കോൺഗ്രസ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പറയുക സ്വാഭാവികമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് കലാപാഹ്വാനമല്ല. AK ബാലൻ കലാപാഹ്വാനം നടത്തുന്ന ഒരാളായി കാണാൻ സാധിക്കില്ല. അദ്ദേഹം മത തീവ്രവാദത്തിനെതിരെ, വർഗീയവാദത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന നേതാവാണ് എന്നാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. അത് പറയുമ്പോൾ അതിൽ കൃത്യമായ സൂചനകളുണ്ട്. AK ബാലനെ പിന്തുണക്കുന്നത് തന്നെയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസ്താവന കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴും, സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് മുഹമ്മദ് റിയാസ്, പക്ഷേ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനിടയിൽ പറഞ്ഞു. കേരളത്തിൽ കലാപം ഇല്ലാതാകാൻ LDF ഭരണം തുടരണമെന്ന് കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പരോക്ഷമായി AK ബാലനെ പിന്തുണക്കലാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ AK ബാലൻ്റെ പ്രതികരണങ്ങളിൽ പൊതുവേ നേരത്തെയും അദ്ദേഹം പ്രതികരിക്കാറില്ല. സംസ്ഥാന സെക്രട്ടറി പാർട്ടി നിലപാട് പറയും എന്നുള്ള നിലപാടിൽ, പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി പറയും എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ കാര്യത്തിൽ AK ബാലനാണെങ്കിൽ ഇനിയൊരു തുടർന്നുള്ള പ്രതികരണം വേണ്ട എന്നുള്ള നിലപാടിലാണ്. സ്വാഭാവികമായും ഇത് കൂടുതൽ ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ AK ബാലനെ ഈ പരാമർശത്തിൻ്റെ പേരിൽ തള്ളി പറയാൻ CPIM തയ്യാറല്ല. ഡോക്ടർ ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.